ത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളുമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ സമാധാനമായും സന്തോഷമായിരിക്കുന്നെന്ന് പ്രതീക്ഷിക്കട്ടെ. വേദപുസ്തകത്തിൽ നിന്നും ഒരു സന്തുഷ്ട കുടുംബത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചു എന്ന് പ്രതീക്ഷിക്കട്ടെ. ശ്രദ്ധിക്കാത്തവർ ഇന്ന് ശ്രദ്ധിക്കുക. വേദപുസ്തകം തുറക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. സാധാരണ നാം ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്നാണ് വായിക്കാറ്, അതായത് പുതിയ നിയമം. എന്നാൽ ഇന്ന് പഴയ നിയമം, അതായത് ബൈബിളിന്റെ ആദ്യത്തെ പുസ്തകത്തിന്റെ 1-ാമത്തെ പേജ് അങ്ങ് മറിച്ച 2-ാമത്തെ പേജിൽ നിന്നാണ് നാം തുടങ്ങുന്നത്. 2-ാം അധ്യായം 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളി ചെയ്തു. സ്നേഹവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റുന്നില്ല, ഞങ്ങൾ പരസ്പരം അടുത്ത് ഇടപെടുന്നില്ല. എങ്കിലും വചനം കർത്താവിൻ്റെതാകയാലും കർത്താവ് സർവവ്യാപി ആയതിനാലും വചനം കേൾക്കുന്ന എല്ലാവരുമായിട്ട് കർത്താവ് ബന്ധപ്പെടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വചനത്താൽ കർത്താവിന് വ്യക്തികളെ തൊടുവാനും വചനത്തിലൂടെ വ്യക്തികളുടെ ഉള്ളിൽ കടക്കുവാനും വചനത്തിലൂടെ ജനത്തെ അനുഗ്രഹിക്കുവാനും കർത്താവ് സർവശക്തനും സർവവ്യാപിയുമായിട്ട് ഇപ്പോൾ ഈ വചനത്തിൽ വ്യാപരിക്കുന്നതിനായിട്ട് നന്ദി. കർത്താവ് പല പല സ്ഥലങ്ങളിൽ അനേക ആയിരം വീടുകളിൽ ഈ വചനം കേൾക്കുന്ന മുഴുവൻ സ്നേഹിതരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. വിശേഷാൽ കുടുംബങ്ങൾക്കെതിരെയുള്ള പൈശാചിക പോരുകൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ, ശോഭനമായ കുടുംബങ്ങൾ ഞങ്ങളുടെ രാജ്യത്തുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ദൈവം ഉദ്ദേശിക്കുന്ന കുടുംബ വ്യവസ്ഥിതി, അതിൻ്റെ മനോഹാരിത ജനം ഗ്രഹിപ്പാനിടയാക്കണമേ, യേശുവിൻ നാമത്തിൽ. ഈ സന്ദേശം കുടുംബത്തെക്കുറിച്ചുള്ളതാണ്. വിശേഷാൽ കുടുംബത്തിലാണ് ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കുന്നത്. അതെ, വീട്ടിൽ മാത്രമാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പിന്നെ ചുരുക്കം ചില പൊതുസ്ഥലങ്ങളിൽ ഈ ടെലിവിഷൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചില സ്നേഹിതരെന്നോട് പറഞ്ഞു. ആശുപത്രിയിലൊക്കെ ഇരിക്കുന്ന പൊതു ടെലിവിഷനിൽ രോഗികൾ ഈ പ്രോഗ്രാം കാണുന്നതായിട്ട് കഴിഞ്ഞ ദിവസം അറിഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ മിക്കവാറും വീടുകളിലാണ് ഈ പരിപാടി നടക്കുന്നത്. ആകയാൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടൊരു അവസരമാണ്. കുടുംബം എന്ന ഈ സംവിധാനം ആരുടെ മനസ്സിലെ ആശയമാണെന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മൾ ചിന്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം തമ്പുരാന്റെ മനസ്സിലെ ആശയമാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ഞാനവന് തക്കതായൊരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലെ ആശയമാണ് കുടുംബം, ഭാര്യ ഭർത്തൃ ബന്ധം, അതിലൂടെയുള്ള കുടുംബ സംവിധാനം. ഇത് ദൈവത്തിന്റെ മനസ്സിലെ ആശയമാണ്. ദൈവത്തിന്റെ മനസ്സിലെ ആശയങ്ങളൊന്നും പാഴായി പോയിട്ടില്ല, പാഴായി പോകുകയുമില്ല. അപ്പോൾ ഇന്ന് ഈ സന്ദേശം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ കുറച്ച് വേദാന്തം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പ്രായോഗികമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ന് നിങ്ങൾ ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് നിങ്ങളുടെ ആ കൊച്ചു വീട്ടിൽ താമസിക്കുന്നുണ്ടല്ലോ, അത് നിങ്ങളുടെ മനസ്സിലെ ആശയമല്ല. നിങ്ങളെ സൃഷ്ടിച്ച ദൈവം തമ്പുരാന്റെ തിരുഹൃദയത്തിലെ ആശയമാണ് നിങ്ങൾ ഇപ്പോൾ ഭാര്യയും ഭർത്താവുമായി താമസിക്കുന്നു. അതിൽ നിന്നുകൊണ്ട് അടുത്ത ചിന്ത, അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ആ മക്കളുണ്ടല്ലോ, അത് നല്ലതാണെങ്കിൽ നിങ്ങളുടെ കഴിവും, മോശമാണെങ്കിൽ ഭാര്യയുടെ കുറ്റമോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കുറ്റമോ ആണെന്നുള്ള ആ സങ്കല്പമൊക്കെ നിങ്ങൾ അങ്ങോട്ട് ഉടയ്ക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ പ്ലാനിൽപ്പെട്ടതാണ്. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ, ഇത് ദൈവത്തിന്റെ പ്ലാനാണ്, നിങ്ങളുടെ പ്ലാനല്ല. നിങ്ങൾക്ക് ജനിച്ച മക്കൾ ദൈവത്തിന്റെ പ്ലാനാണ്, നിങ്ങളുടെ പ്ലാനല്ല. പക്ഷേ നിങ്ങൾക്കതിനകത്ത് ചിലതെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഒരു പങ്കുണ്ട്, അഥവാ നിങ്ങളുടെ സഹകരണം ദൈവം പ്രതീക്ഷിക്കുന്നു. അതായത് ബൈബിളിന്റെ ഭാഷ ഇങ്ങനെയാണ്: നിന്നെ അനുഗ്രഹിക്കാൻ
നീ എന്നോട് സഹകരിക്കണം എന്ന് ദൈവം ആവശ്യപ്പെടുക. അപ്പൊ കുടുംബത്തെക്കുറിച്ചുള്ള ഈ ചിന്ത നമുക്ക് ബൈബിളിലൂടെ മുന്നോട്ട് പോകാം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് അരുളിച്ചു. അപ്പൊ ദൈവം തമ്പുരാൻ ആദ്യമേ മനുഷ്യനെ, പുരുഷനെയാണ് സൃഷ്ടിച്ചത്. അവനിൽ നിന്ന് തന്നെയാണ് ദൈവം സ്ത്രീക്കൊരു ജന്മം കൊടുക്കുന്നത്. ഇതൊക്കെ ചില മർമ്മങ്ങളാണ്. വേദപുസ്തകത്തിലെ വിവരിക്കാൻ പറ്റാത്ത ചില അസാധാരണ വിഷയങ്ങളിൽപ്പെട്ടതാണ് ഈ പറയുന്ന വിഷയങ്ങൾ. ആദമിന്റെ വാരിയലിൽ നിന്നാണ് ഹൗവയെ നിർമ്മിച്ചതെന്ന് ബൈബിൾ പറഞ്ഞു. നമുക്ക് വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? പക്ഷെ ബൈബിളിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇവിടുത്തെ ആശയം ഒന്ന്, ഈ സ്ത്രീ അന്യയല്ല. അതായത് ഞാൻ വിവരിക്കാം. ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം ഏതാ വലുത്, ഏതാ ചെറുത്? അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം, അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധം, ആ ചേട്ടനും അനിയനുമായിട്ടുള്ള ബന്ധം, പെങ്ങളും ആങ്ങളയുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെ കുറേ ബന്ധങ്ങളുണ്ട്. പക്ഷെ ഇതിലേതാ ആദ്യത്തേതും ദൃഢമായതുമായ ബന്ധം? ഈ വിഷയം നാം പരിശോധിക്കേണ്ടതാണ്. ഇതിലാദ്യത്തെ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. ഇത് പലർക്കും അറിയില്ല. രണ്ട്, ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം ഏതാ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. കാരണം ഇവരൊന്നാണ്. ആദമിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അതിനെ ഒരു സ്ത്രീയാക്കി ആദമിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം നിർത്തിയെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പൊ ആശയം ഇവൻ ഒരിക്കലും വേർപിരിയാൻ പറ്റാത്തതാണ് ഇവന്റെ അവയവം എന്ന് പറയുന്നത്. മറ്റൊക്കെ ബന്ധം എന്റെ വലങ്കൈ പോലെയാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും വലങ്കൈ പോലെ വേറെ ഇല്ല. അപ്പൊ ശരീരത്തിലെ ഒരു അവയവം എടുത്തിട്ട് ഇവന്റെ ഭാര്യയായിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു ബന്ധം അവനില്ല പിന്നെ ആരോടും. രണ്ടാമത്തെ കാര്യം ഇതിന്റെ പൊസിഷനാണ്. പൊസിഷൻ, കാല്, കയ്യ്, തല, ഇങ്ങനെ പല ഭാഗങ്ങളുണ്ടല്ലോ മനുഷ്യന്. പക്ഷേ ഭാര്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവന്റെ മാർവിടമാണ്. ഇവിടെ നിന്നെടുത്തു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇവളെ ഏറ്റവും അധികം സ്നേഹിക്കാൻ ദൈവം തമ്പുരാൻ ഉദ്ദേശിക്കുന്നു. ഇവന്റെ സ്നേഹം പകരാനും സ്നേഹം എടുക്കാനുമുള്ള സ്ഥലമാണ് ആ സ്ഥലം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അവളെ അമിതമായിട്ട് തലയിൽ വയ്ക്കുകയോ അവളെ കാലിന്റെ കീഴിൽ ചവിട്ടുകയോ രണ്ടും ചെയ്യാൻ അനുവാദമില്ല. ഈ ലോകത്തിലെ രണ്ട് സംസ്കാരങ്ങളിൽ ഒന്ന് സ്ത്രീയെ തലയുടെ മുകളിൽ വെക്കുക, മറ്റൊന്ന് കാലിന്റെ കീഴെ ഇടുക. ഇത് രണ്ട് സംസ്കാരമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കാണ് ബൈബിൾ ഇതിന്റെ പൊസിഷൻ വെച്ചിരിക്കുന്നത്. ഭാര്യ വളരെ ആദരിക്കപ്പെടേണ്ടവളും പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ടവളുമാണ്. ഏറ്റവും സുരക്ഷിത സ്ഥാനമാണ് വാരിയിലിരിക്കുന്ന ഭാഗം. അതവന്റെ ഹൃദയം ഇരിക്കുന്ന ഭാഗമാണ്. ഒരു അപകടവും അവിടെ വരികയില്ല. എന്ത് വന്നാലും അതിനെല്ലാം കവർ ചെയ്യാൻ സ്ഥലം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവം തമ്പുരാൻ ആ സ്ഥലം, പൊസിഷൻ വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചോ. ഇവളെ ഒരു പുരുഷൻ പ്രൊട്ടക്റ്റ് ചെയ്യണം, അഥവാ സൂക്ഷിച്ചോളണം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ഇവളെ ഭരിക്കാൻ അനുവദിക്കാൻ പാടില്ല. ഇവളെ അപമാനിച്ച് ചവിട്ടുമെത്തയാക്കാനും പാടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വളരെയധികം സ്നേഹവും കരുതലും സുരക്ഷിതത്വവും കൊടുക്കുന്ന ഒരു സ്ഥലമാണ് സ്ത്രീക്ക് ദൈവം വെച്ചിരിക്കുന്നത്. അവിടെ വാരിയൽ എന്നൊക്കെ പറയുന്നതിന്റെ ആ ആശയത്തിലേക്ക് നമ്മൾ വരണം. ഒരു സ്ത്രീക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം ഭർത്താവിൽ ഉണ്ടായിരിക്കണം. സമ്പൂർണ്ണ സുരക്ഷിതത്വം. അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. ധാരാളം
സ്ത്രീകൾ സുരക്ഷിതത്വബോധം അനുഭവിക്കുന്നില്ല. അവർ ഭാരപ്പെടുകയും കരയുകയും പല പല പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ അതെല്ലാം വിശദീകരിക്കാൻ വരും ദിവസങ്ങളിൽ അതിലേക്കൊക്കെ നമ്മൾ വരും കുറച്ചൊക്കെ. എങ്കിലും പ്രിയപ്പെട്ടവർ, ദൈവം വെച്ച വ്യവസ്ഥ ഇതാണ്. ഈ സ്ത്രീയെ ഈ നിലയിൽ ആണ് യവന് ദൈവം ഭാര്യയായിട്ട് കൊടുത്തത്. ആകയാൽ ഏറ്റവും ആഴമുള്ള ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ്. സ്ത്രീക്ക് പുരുഷനിലുള്ള സ്ഥാനം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും സുരക്ഷിതവുമായ സ്ഥാനമാണ്. ആ സ്ഥാനത്ത് അവളെ നിർത്തിക്കൊള്ളണം എന്നാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അവളെ മനസ്സിലാക്കുക, അവളെ അറിയുക, അവളെ കരുതുക, അവളെ സ്നേഹിക്കുക. അപ്പോൾ തന്നെ നിർത്തേണ്ടിടത്ത് നിർത്തുക. ഇതൊക്കെയാണ് ഇതിനകത്തെ ആശയങ്ങൾ. ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണോ? പക്ഷെ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥകൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുവെ പ്രകൃതിയിൽ ഇതൊക്കെ ആളുകൾക്ക് അറിയാം, ചിലർക്ക് അറിയില്ല എന്നുള്ളതും സത്യമാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ വാസ്തവത്തിൽ ദൈവം ആദമിന് ഭാര്യയെ കൊടുക്കുന്നു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. നോക്കൂ, ഈ പുരുഷൻ ഈ സ്ത്രീയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞ വാക്ക്, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്റെ സ്വന്തമാണ്, അന്യയല്ല. അത്രമാത്രം ബന്ധത്തിലാണ് ആ കാര്യം ദൈവം അവതരിപ്പിക്കുന്നത്. ഇതാര് പറഞ്ഞു? പുരുഷൻ തന്നെ പറഞ്ഞു. ഇങ്ങനെയാണ് കുടുംബത്തിന്റെ സംവിധാനം. ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാവുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഭൂമിയിൽ ഒന്നാമത്തെ വിവാഹം നടക്കുന്നത്. വാസ്തവത്തിൽ ഇവർ രണ്ടുപേരും തമ്മിൽ കാണുന്നതിന് മുമ്പ് ദൈവത്തെ കണ്ടു. ഇവർ രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെടുന്നതിന് മുമ്പ് ദൈവത്തോട് ബന്ധപ്പെട്ടു. അപ്പൊ കുടുംബജീവിതത്തിന്റെ രഹസ്യം, വിജയം, അനുഗ്രഹം എന്നൊക്കെ പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധമാണ് ഇതിന്റെ അടിസ്ഥാന ഘടകം. ദൈവത്തോട് ഇവർ രണ്ടുപേരും ബന്ധമുള്ളവരാണെങ്കിലേ ദൈവ വ്യവസ്ഥയിലൂടെ ഇവർക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ വിവാഹം എന്നത് മാനുഷികമായുള്ള ഒരു ബന്ധമാണെങ്കിൽ അത് മാനുഷികമായി തകരാനും സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ദൈവത്തിന് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ടെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. അതായത് മൃഗങ്ങൾക്ക് ഇണ ഉണ്ട്, അവര് ഇണയെ കണ്ടെത്തുന്നു. പക്ഷെ മനുഷ്യന് പറഞ്ഞത് തുണയെന്നാണ്. ഞാൻ അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ വാസ്തവത്തിൽ കുടുംബജീവിതം ഇണചേരലല്ല, തുണയെ കണ്ടെത്തലാണ്. ഇവിടെ ആദമിന് ആദ്യത്തെ ബന്ധം ദൈവത്തോടാണ്, അതിനുശേഷമാണ് ഭാര്യയോട് ബന്ധം. ഹൗവയ്ക്കും ആദ്യത്തെ ബന്ധം ദൈവത്തോടാണ്, അതിനുശേഷമാണ് ആദമിനോട് ബന്ധം. അങ്ങനെ ദൈവവുമായി ബന്ധമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ വേണം വിവാഹം കഴിക്കാൻ. അഥവാ അവരുടെ ദൈവബന്ധം സ്ട്രോങ് ആണെങ്കിലേ കുടുംബ ബന്ധം നിലനിൽക്കുള്ളൂ. ഈ ഒരു അടിസ്ഥാന തത്വം നിങ്ങൾ പ്രായോഗിക ജീവിതത്തിൽ വരുത്തുവാൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളോട് ബുദ്ധി പറയുകയാണ്. ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളോ അടുക്കാൻ മേലാത്തവണ്ണമുള്ള വിഷയങ്ങളോ ഒക്കെ ഉള്ള കുടുംബങ്ങളൊക്കെ ധാരാളം ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും ദൈവത്വത്തിലേക്ക് മടങ്ങി വരിക, സൃഷ്ടാവിൻ്റെ അടുത്ത് തിരിച്ചു വന്ന് നിങ്ങൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിലെ പാകപ്പിഴകൾ കണ്ടുപിടിക്കുക. ദൈവവുമായിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ കുഴച്ചിലുകളുള്ള വ്യക്തികളാണെങ്കിൽ, ദൈവവുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ തെറ്റുപറ്റിയിരിക്കുന്ന ആളാണെങ്കിൽ, തകർച്ച പറ്റിയിട്ടുള്ള ആളാണെങ്കിൽ, പരാജയങ്ങൾ പറ്റിയിട്ടുള്ള ആളാണെങ്കിൽ, ദൈവവുമായി നിങ്ങൾ അകലത്തിലാണെങ്കിൽ, ഭാര്യയുമായി നിങ്ങൾക്ക് അടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും കാര്യമില്ല. ആകയാൽ ദൈവവുമായുള്ള ബന്ധം വളരെ പ്രധാനമാണ്. അത് അനുഗ്രഹിക്കപ്പെട്ടതായാൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇത് മറക്കരുത്.
ഇതാണ് പ്രധാനം. ലോകപ്രസിദ്ധനായ ഡോക്ടർ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് ഇങ്ങനെ കേട്ടു. അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ പെൺകുട്ടിയെ ഒന്നുകൂടെ കാണണം. അങ്ങനെ ഒന്നുകൂടെ കാണാൻ അവസരം സൃഷ്ടിച്ചു. അപ്പോൾ അവളെ ഒറ്റയ്ക്ക് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തു. അപ്പോൾ ആ വലിയ മിഷണറി ആകുന്നതിന് മുമ്പ് യൗവനത്തിൽ തൻ്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ വിവാഹത്തിന് വാക്ക് പറഞ്ഞു എന്നുള്ളത് ശരിയാണെങ്കിലും ഒരു കാര്യം നിന്നോട് പറയാൻ മറന്നുപോയി. അത് പറഞ്ഞ ശേഷമേ കല്യാണം നടക്കുകയുള്ളൂ. അത് നിനക്ക് എഗ്രി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അത് നിന്നോടൊന്ന് പറയാനാണ്, അത് മറ്റാരും അറിയണ്ട, നിന്നോട് ഒറ്റയ്ക്ക് പറയാനാണ് വിളിച്ചതെന്ന്. ആ സ്ത്രീ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ വളരെ പ്രാർത്ഥിച്ചിട്ടാണ് ഇതിന് വാക്ക് തന്നത്, അതുകൊണ്ട് മാറിപ്പോകാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ അധികം മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. അത് നിന്നോട് പറയാതെ ഞാൻ ഇതിന് വാക്ക് കൊടുത്താൽ മോശമല്ലേ, അതുകൊണ്ട് അത് പറയാനാണ് വിളിച്ചത്. അപ്പോൾ ഈ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? അതെ, ഞാൻ നിന്നേക്കാൾ അധികം മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ട്. ആ വ്യക്തി ആരാന്ന് പറയാൻ പറ്റുമോ എന്ന് സ്ത്രീ ചോദിച്ചു. പറഞ്ഞു, സ്ത്രീ മറ്റാരുമല്ല, അത് കർത്താവായ യേശുവാണ്. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, അത് ഞാനും പറയാൻ മറന്നുപോയതാണ്. ഞാൻ താങ്കളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ദീർഘവർഷങ്ങളായിട്ട് ആ കുടുംബം ലോകത്തിൽ ഒരു മാതൃകാ കുടുംബമായി നിലനിൽക്കും. അദ്ദേഹം ദീർഘവർഷം, ഏതാണ്ട് 50 വർഷത്തിൽ കൂടുതൽ സുവിശേഷ പ്രസംഗത്തിൽ അദ്ദേഹം തുടർച്ചയായിട്ട് അധ്വാനിച്ചു. ഇപ്പോൾ ഒരർത്ഥത്തിൽ റിട്ടയർ ചെയ്തിരിക്കുന്നു. എങ്കിലും നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കുന്നത് കൊണ്ട് ഒരു അറിവും കൂടെ പറയുകയാണ്. ഈ ഡിസംബർ മാസം 24, 25 തീയതികളിൽ ലോകം മുഴുവനുമുള്ള ടെലിവിഷനിൽ ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ ലോകപ്രസിദ്ധമായ സമാധാന സന്ദേശം നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പ്രധാനപ്പെട്ട എല്ലാ ചാനലിലും അത് വരും. എല്ലാവർക്കും കാണത്തക്കവണ്ണം ലോകം മുഴുവനും ഈ ക്രിസ്മസ് സമ്മാനമായിട്ട് ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ 1, 2 സന്ദേശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓർത്തിരിക്കുക, ഡിസംബർ 24, 25 തീയതികളിൽ. ആ ദിവസങ്ങളിലെ പത്രത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ടൈം അറിയാൻ പറ്റും. മറ്റ് വിധത്തിലും നിങ്ങളെ അത് അറിയിക്കാൻ സംഘാടകർ ശ്രമിക്കുന്നുണ്ട്. പറയാൻ വന്നത്, അമേരിക്ക പോലെയുള്ള രാജ്യം വിവാഹമോചനം ഒരു പാപമല്ല, വിവാഹമോചനം ഒരു ഔട്ട് ഓഫ് ഫാഷനല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിൽ ഒരുത്തൻ ഭാര്യ ഉപേക്ഷിച്ചാൽ അവനെ സമൂഹം അവഗണിക്കും. ഒരു വിവാഹമോചനം നടത്തിയ മനുഷ്യന് സമൂഹത്തിൽ വിലയില്ല. അത് ഇന്ത്യയുടെ കൾച്ചറാണ്, വിശേഷിച്ച് കേരളത്തിൻ്റെ കൾച്ചറാണ്. പക്ഷെ അമേരിക്ക വിവാഹമോചനം നടത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, സമൂഹത്തിൽ യാതൊരു നാണക്കേടുമില്ല. അങ്ങനെയുള്ള ആ രാജ്യത്ത് നീണ്ട 50 വർഷം അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതവും സുവിശേഷ ജീവിതവും നയിച്ച ഈ മനുഷ്യർ, അവരോട് ചോദിച്ചാൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിച്ചത് കർത്താവിനെയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തമ്മിൽ സ്നേഹിക്കാൻ സാധിച്ചു. ഇതൊരു സാധാരണ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ പാഠം നമുക്ക് തരുന്ന ഒന്നാമത്തെ ചിന്ത. ഇങ്ങനെ വളരെ സ്നേഹത്തിൽ ആരംഭിച്ച ഈ കുടുംബജീവിതം ഒരു ചിന്ത കൂടെ പറഞ്ഞ് ഇന്നത്തെ സന്ദേശം അവസാനിപ്പിക്കാം. അതായത്, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവും എന്നൊക്കെ പറഞ്ഞ് ഭാര്യയെക്കുറിച്ച് വളരെ നല്ല വാക്കൊക്കെ പറഞ്ഞ ഈ മനുഷ്യൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്ന വാക്ക് ഭയങ്കരമാണ്. അതായത്, ഈ സ്ത്രീ പാപം ചെയ്ത ശേഷം ദൈവം ആദമിനോട് ചോദിക്കുമ്പോൾ ആദം പറയുന്ന വാക്ക് ഭയങ്കരമാണ്. നീ എന്നോട് കൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു എന്നാണ് ആദം മറുപടി പറഞ്ഞത്. അതിന്റെ അർത്ഥം 12-ാം വാക്യത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. അതിന് മനുഷ്യൻ, എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ വായിച്ച വാക്യം നിങ്ങളുടെ ഓർമ്മയിൽ കാണും. വളരെ ലളിതമായിട്ട് പറയാം, വളരെ സിമ്പിളാണ്. 2-ാം അധ്യായം 23-ാം വാക്യം. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കുക, ഇവൾക്ക് നാരി എന്ന പേരാകും എന്ന് പറഞ്ഞു. ഇത് ഈ മനുഷ്യനാണ് പറഞ്ഞത്. ഇവളെന്റെ സ്വന്തമാണ്,
ഇവൾ എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സംഭവിച്ചത് കേൾക്കണമോ? പിശാച് പ്രവർത്തിച്ചു, പാപം ചെയ്തു, ദൈവത്തിൽ നിന്നാകുന്നു. ഇതൊക്കെ ഇതിനു മുമ്പ് പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ ദൈവത്തിൽ നിന്നാകുന്നു, ദൈവകൽപ്പന ലംഘിച്ചു, പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി. ആ സമയത്ത് ഇവരുടെ ഈ വിഷയത്തിൽ ദൈവം ഇടപെടുന്നു. എന്താ സംഭവിച്ചത്? എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് ദൈവം ചോദിച്ചപ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്ക് കേൾക്കണമോ? അതാണ് ഭയങ്കരം. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറഞ്ഞു. പാപം അകത്ത് കയറിയപ്പോൾ ഈ സ്ത്രീയെ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചു. പാപമില്ലാത്ത സമയത്ത് ദൈവം തമ്പുരാൻ ഈ സ്ത്രീയെ ഇവന് കൊടുത്തപ്പോൾ ഇവൻ പറയാണ്, ഇതെന്റെ സ്വന്തമാണ്, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മാംസവുമാണ്. എന്നാൽ പാപമകത്ത് കയറിയപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, അവൾ എന്റെ ആരുമല്ല, ഇവളെ നീ തന്നതാണ്. എന്നോടുകൂടെ ഇരിപ്പാൻ നീ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു എന്നേ ഉള്ളൂ. എത്രയോ മോശമായ പ്രസ്താവനയാണ് നോക്ക്. നീ എനിക്ക് തന്ന സ്ത്രീ, അവളും ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്തു. അവിടെ ആ വാക്കുകൾക്കകത്ത് ഒരു ഉപേക്ഷണം നടന്നു കഴിഞ്ഞു. പല കുടുംബങ്ങളിലും റിക്കാർഡിക്കലായിട്ട് ഡൈവേഴ്സ് ഇല്ലെങ്കിലും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചവരാ പലരും. മനസ്സുകൊണ്ട് അകന്നവരാണ് പല ഭാര്യ ഭർത്താക്കന്മാരും. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോവുകയാണ് ഒരു നല്ല ശതമാനം ആളുകളും. എന്താണ് ഇതിന്റെ അടിസ്ഥാന ഘടകം എന്ന് ചോദിച്ചാൽ സുവിശേഷകൻ പറയും പാപമാണ്. കുടുംബങ്ങളെ തകർക്കുന്നത് കാരണം കുടുംബത്തെ യോജിപ്പിച്ചത് ദൈവമാണ്, തകർക്കുന്നത് ദൈവമല്ല. ഇവരെ തമ്മിൽ ഒന്നാക്കിയത് ദൈവമാണ്, അകറ്റുന്നത് ദൈവമല്ല, അകറ്റുന്നത് പിശാചാണ്. ഈ തത്വം ഒരിക്കലും മറക്കരുത്. നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണോ ഈ സന്ദേശം ഇപ്പൊ കേൾക്കുമ്പോൾ? ദൈവമല്ല അതിന്റെ ആള്, പിശാചാണ്. പ്രാർത്ഥിക്കാം, പിശാചിനെ ശാസിക്കുക, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയുക. നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് പരിഹാരം ഇന്നുണ്ടാവും, ഉറപ്പു തരാം. നിശ്ചയമായിട്ട് ദൈവത്തിന് അത് പ്രവർത്തിക്കാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുടുംബ തകർച്ച, അകൽച്ചയുള്ള കുടുംബങ്ങൾ, അകൽച്ചയുള്ള ഭാര്യ ഭർത്താക്കന്മാരെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ 1 മിനിറ്റ് എടുക്കാൻ പറ്റുമോ? കുറെ ദിവസമായിട്ട് പിണങ്ങിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇപ്പോൾ ഈ വചനത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാമോ? വേണ്ട. 2 പേർക്ക് പറ്റിയില്ലെങ്കിൽ കേട്ടവർ, വചനം കേട്ടയാൾ ഒരു തീരുമാനമെടുക്കുക. ഈ അകൽച്ച കൊണ്ടുവന്നത് ആ പുള്ളിക്കാരനല്ല, ആ പുള്ളിക്കാരിയുമല്ല, പിശാചാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവം ഇതിന് പരിഹാരം ഉണ്ടാക്കും. സ്വർഗസ്ഥ പിതാവേ, ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിലെ അകൽച്ചകൾ മാറുവാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യന്റെ ഒരു ശക്തിക്ക് ഇവരെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. മനുഷ്യനെ യോജിപ്പിച്ചത് ദൈവമാണ്. കുടുംബം സ്ഥാപിച്ചത് ദൈവമാണെന്ന് ഞങ്ങൾ ഇപ്പോൾ വളരെ വചനത്തിലൂടെ കാണുകയായിരുന്നു. അകറ്റിയത്, തകർത്തത്, മുടിച്ചത് പിശാചാണ്. എങ്കിൽ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. അകന്നിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും.